അല്ല അസ്കര എന്താ വീരം കൊറേ അല്ല എന്നെ കണ്ടിട്ട്. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അന്നത്തെ ആ പോത്തും കച്ചവടമായിട്ടാണ് പോയതാണല്ലോ. പിന്നെ എന്നെ എവിടെ എന്തായിരുന്നു പരിപാടി? പിന്നെ എന്നെ കണ്ടിട്ടില്ല. പൈസ കഴിഞ്ഞപ്പോ വന്നതാണ്. പിന്നെ തോന്നുന്നുണ്ട് അതാണ് അത് കഴിഞ്ഞാ ഞങ്ങൾക്കറിയാം. ആദ്യം ഉണ്ടാകാൻ നമുക്ക് തരേണ്ടി കായിന് എന്തെങ്കിലും കുറച്ചൊരു കാട്ടേ. ആ കായൊക്കെ എന്റെ അടുത്ത് സംഖ്യ കിട്ടിക്കണെന്നുള്ള വീരൊക്കെ എനിക്കറിയാം. സത്യം പറഞ്ഞാൽ യഥാർത്ഥം പോരെ. നടന്നിട്ടില്ല. നടന്നു ഞാൻ കൂടി പറയില്ല. നമ്മൾ പന്തേലും അറിയാം. അമ്മ വിളിക്കണ്ടോ? ഞാൻ നോക്കട്ടെ എന്താന്നുള്ളത് കേട്ടാ. ഹലോ, ആ എന്താ ഞാന് SLCക്ക് 9A+ഓ? മാഷാ അല്ലാ, ഇൻഷാ അല്ലാ ആയിക്കോട്ടെ. ഞാനേ എനിക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് എൻ്റെ ഉപ്പാൻ്റെ വക എപ്പോൾ കൊടുന്നേരം കേട്ടാ. ഇൻഷാ അല്ലാ എപ്പോൾ കൊടുന്നേരം. ഓക്കെ. കുഞ്ഞാനാ എത്തി നിനക്ക് പണി എന്നാ? എന്നാ എനിക്ക് 9A+ ഒക്കെ ഉണ്ടല്ലേ? ആ നന്നായി ഇഷ്ടമായി. ആ ഫോണ് എവിടെ നിങ്ങൾ അർജന്റായിട്ട് പോണേ? ഞാൻ പെരിന്നൊരു ഫോൺ വന്നീന്നേ. ആ ചെറുക്കായിട്ട് ഹോസ്പിറ്റലിൽ പോകണം തന്നെ പോയി. ആയിക്കോട്ടെ. മൊബൈൽ കച്ചിതായ പറിച്ച റബ്ബേ കൊണ്ടുപോയി എന്തെങ്കിലും കാട്ടെ നീ. പോട്ടെ മൊബൈൽ അപ്പോഴും ഞാൻ പറഞ്ഞു. മൊബൈൽ കച്ചേറ്റ് നീ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികൾ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന മൊബൈൽ ഫോൺ കൊടുക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. പല ഡിഫറൻസും വന്നിട്ട് കുട്ടികൾ അതമ്പതിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്ത് ഈ കാര്യം മൊബൈലുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മക്കൾക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കൊടുക്കുക. അവർ ഭക്ഷണം കഴിക്കട്ടെ, കളിക്കട്ടെ, ചിരിക്കട്ടെ. പക്ഷേ മൊബൈൽ ഫോണിന് ഒരു ലിമിറ്റ് വെച്ചിട്ട് നിങ്ങൾ ഏറ്റവും നല്ലൊരു ഉപകാരമുള്ള സാധനമാണ്, എന്നാൽ ഉപദ്രവമുള്ള സാധനമാണ്. അതുകൊണ്ട് മൊബൈൽ ഫോൺ കൊടുക്കുന്നതിൽ കുട്ടികൾക്ക് ഒരു ലിമിറ്റ് വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.